KSU സംസ്ഥാന വൈസ് പ്രസിഡന്റുമാർ ഹണി ട്രാപ്പിൽ കുടുക്കാൻ ശ്രമിച്ചെന്ന് പരാതി. KSU സംസ്ഥാന ജനറൽ സെക്രട്ടറി ആഷിഖ് ബൈജുവാണ് പരാതി നൽകിയത്. കോടതി നിർദ്ദേശപ്രകാരം ഇരവിപുരം പോലീസ് ഇപ്പോൾ കേസെടുത്തിട്ടുണ്ട്. അരുൺ രാജ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അരുൺ, എന്താണ് ഈ സംഭവം? അരുൺ, ഉന്മേഷി, സംഭവവുമായി ബന്ധപ്പെട്ട് വളരെ പഴയൊരു കഥയാണ് മുന്നോട്ട് വെക്കുന്നത്. KSUവിന്റെ ജില്ലാ പ്രസിഡന്റും ജില്ലാ പ്രസിഡന്റ് അൻവർ, അതുപോലെ തന്നെ KSUവിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരായ രണ്ടുപേർ, അത് യദുകൃഷ്ണൻ അടക്കമുള്ള രണ്ടുപേർ, ഇവർ ചേർന്ന് തന്നെ ഹണി ട്രാപ്പിൽ പെടുത്താൻ ശ്രമിച്ചു എന്നുള്ളതാണ് KSUവിന്റെ ജില്ലാ ജനറൽ സെക്രട്ടറി കൂടിയായ ആഷിഖ് ബൈജുവിന്റെ പരാതി. ആഷിഖ് ബൈജു ഈ പരാതി കോടതി മുഖാന്തരം, ഒരു CMB മുഖാന്തരമാണ് പോലീസ് സ്റ്റേഷന് കൈമാറിയത്. പോലീസ് ഈ വിഷയത്തിൽ, ഇരുവരും പോലീസാണ് ഈ വിഷയത്തിൽ ഇപ്പോൾ FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. FIRൽ പറയുന്ന വിവരമനുസരിച്ച് ഇവർ വളരെ മുൻകൂട്ടി തന്നെ ഈ ആഷിഖ് ബൈജുവിനെ ഇതേപോലെ ട്രാപ്പിൽപ്പെടുത്തുവാനും അതുപോലെ തന്നെ ചതിയിലൂടെയും വഞ്ചനയിലൂടെയും ഇതിൽ ഉൾപ്പെടുത്താനും ശ്രമിച്ചു എന്നതാണ്. ഭാരതീയ ന്യായ സംഹിത 308, 351, 61, 225 വകുപ്പുകൾ പ്രകാരമാണ് നിലവിൽ പ്രതികൾക്കെതിരെ കേസെടുത്തിട്ടുള്ളത്. പക്ഷേ ഇതേസമയം കോൺഗ്രസിനുള്ളിലെ ഈ KSUക്കാർക്കുള്ളിലെ ഗ്രൂപ്പ് പോരാണ് ഈ വിഷയത്തിലെ പരാതിയിലേക്കടക്കം കാര്യങ്ങളെ കൊണ്ടുപോയതെന്നാണ് മറുവിഭാഗത്തിന്റെ പരാതി. എന്തായാലും സംഭവത്തിൽ കോൺഗ്രസ് നേതൃത്വം കൂടി ഈ വിഷയത്തിൽ ഇപ്പോൾ ഇടപെട്ടിട്ടുണ്ട്. കാരണം സംസ്ഥാന തലത്തിൽ തന്നെ നാണക്കേടായ സംഭവമാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിരിക്കുന്നത്. ആഷിഖ് ബൈജുവും മറ്റൊരു പെൺകുട്ടിയുമായി സംസാരിക്കുന്ന ഓഡിയോ ദൃശ്യങ്ങളടക്കം ഇവർ പുറത്തേക്ക് വിടുകയും അത് സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം ചർച്ച ചെയ്തു എന്നുള്ളതാണ് ഈ പരാതിയിൽ സൂചിപ്പിക്കുന്നത്. അതിങ്ങനെ വലിയ ഒരു ഗൗരവ സ്വഭാവമുള്ളൊരു കേസാണ്. പക്ഷേ അതിനപ്പുറം ഇതിലെ കോൺഗ്രസിനുള്ളിലെയും KSUവിനുള്ളിലെയും ഗ്രൂപ്പ് പോരാണ് ഈ പരാതിക്ക് പിന്നിൽ എന്ന ആരോപണമാണ് ഒരു വിഭാഗം മുന്നോട്ട് വെക്കുന്നത്. ശരി, അരുൺ രാജാണ് കൊല്ലത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.